എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നയന അവസാനത്തെ തന്ത്രവർക്കമാണ്. അമ്മയും കൂടെ അവാർഡ് ദാന ചടങ്ങിന്റെ സമയത്ത് ഓഡിറ്റോറിയത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ താൻ ഈ അവാർഡ് വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് പോകുള്ളൂ എന്ന് പറയണം. ഈ അവാർഡ് സ്വീകരിക്കണമെങ്കിൽ അമ്മ എവിടെ ഉണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടത് ആദർശിന് ഒരു കാര്യം മനസ്സിലായി. അമ്മ ഒരു കാരണവശാലും പോകുന്നു തോന്നില്ല. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് കട്ടക്കലിപ്പാണ് അവൾക്ക് ഈ അവാർഡ് കിട്ടിയതില്. അപ്പൊ ഇനിയിപ്പം ഈ അവാർഡ് ദാന ഫംഗ്ഷന് അമ്മ അങ്ങോട്ട് പോകാനോ? നടന്നത് തന്നെ. പിന്നീട് ആദർശ് വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് അമ്മയോട് ഒന്ന് സംസാരിച്ചു നോക്കാം എന്നൊക്കെ കരുതിയിട്ട് ദേവേന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ആദർശം. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ആദർശനോട് ചോദിച്ചു, എന്താടാ? അത് പിന്നെ അമ്മേ, എനിക്കൊരു കാര്യം അമ്മയോട് പറയാണ്ടെന്ന് പറയാം. എന്ത് കാര്യം? അത് എനിക്ക് അവാർഡ് കിട്ടുമല്ലോ. അവാർഡ് കിട്ടണ സമയത്ത് അമ്മ ആ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറയാം. ഞാനോ? ഞാനെന്തിനാണ് പങ്കെടുക്കണേ? അത് പിന്നെ അമ്മേ, അതല്ല. ഓഹോ, അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു കാണുമായിരിക്കും അവാർഡ് സ്വീകരിക്കണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവണമെന്ന്. അതല്ലേ എന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ അമ്മ അവൾക്കും ആഗ്രഹം കാണത്തില്ലേ? ഓഹോ, അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാനായിട്ട് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? അപ്പൊ അവൾക്ക് അത്ര വലിയൊരു അവാർഡ് കിട്ടുന്നൊക്കെ ഞാൻ കണ്ടിങ്ങനെ ആകെപ്പാടെ ഭ്രാന്തിളകിയ പോലെ നിൽക്കണം. അത് കാണാൻ വേണ്ടിയിട്ടല്ലേ? എന്നെ സങ്കടപ്പെടുത്താനല്ലേന്ന് ചോദിക്കും. അയ്യോ, അങ്ങനെയൊന്നും അല്ലമ്മേ, അവള് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. നിന്റെ ഭാര്യയല്ലേടാ, ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നു പറയാം. അങ്ങനെ ഞാനെങ്ങും അവാർഡ് ദാന ചടങ്ങിന്റെ സ്ഥലത്തേക്ക് പോണില്ല എന്ന് പറയണം. അമ്മേ, അമ്മ പോയില്ലെങ്കിൽ നാണം കിടാൻ പോകുന്ന ഗ്രേസി ആന്റിയും മോളും ഒക്കെ ആയിരിക്കും. അവരും കൂടെ ചേർന്നിട്ടുള്ള സംഘടനയാണല്ലോ ഇത്. അപ്പൊ അവരും കൂടെ അല്ലേ ഈ കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്? അവരല്ലേ ക്ഷണിച്ചിരിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരല്ലേന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് നാണക്കേട് വന്നിട്ടുണ്ടെങ്കിൽ അത് അമ്മേനെ ബാധിക്കുന്ന കാര്യമില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, പിന്നെ എന്നെ ബാധിക്കത്തൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. അമ്മേ, ഇങ്ങനെ പറയില്ലമ്മേ. അമ്മ ചെന്നില്ലെങ്കിൽ മിക്കവാറും അവള് പകുതിയാകുമ്പത്തേനും അവള് തിരികെ പോരുമെന്ന് പറയണം. അവൾ അങ്ങോട്ട് പോകുന്നു തോന്നില്ല എന്ന് പറയാം. മിക്കവാറും അവൾ അവാർഡ് വാങ്ങിക്കാതെ പോന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു നാണക്കേട് വേറെ ഉണ്ടാവാനില്ല. അനന്തപുരിക്ക് തന്നെയായിരിക്കും നാണക്കേടെന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവേനെ ആ പടം അസുഖപ്പെട്ട് നിൽക്കുന്നു. ആദ്യം അവള് പോട്ടെ, പിന്നെന്താ കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നയന മുറിയിൽ പോയി റെഡിയാവുകയാണ് പോവാനായിട്ട്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്നിട്ട് പറഞ്ഞു, അതെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു? വരുമെന്ന് പറഞ്ഞോ വരില്ല എന്ന് പറഞ്ഞോ? അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയാം. വന്നില്ലെങ്കിൽ അറിയാലോ, ഞാൻ ഉറപ്പായിട്ട് സ്വീകരിക്കില്ല അവാർഡ് എന്ന് പറയാം. സ്വീകരിക്കുന്നതിനെ നീ ധൈര്യമായിട്ട് ഇരിക്കുക, ഞാനല്ലേ പറയണേന്ന് ചോദിക്കും. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് എന്റെ മുന്നിൽ തല താഴ്ത്താൻ ഭയങ്കര മടിയല്ലേന്ന് ചോദിക്കണം. അമ്മേന്തിനാ നിന്റെ മുന്നിൽ തല താഴ്ത്തുന്നേ? അതാ എനിക്കും അറിയത്തില്ലാത്ത ആദർശേട്ടാ. എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിക്കഴിയുമ്പോ അമ്മ സന്തോഷിക്കുമല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കില് അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അമ്മയ്ക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന സ്വഭാവമാണ് അമ്മയുടെ. ഇപ്പൊ എന്തൊക്കെയോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ അമ്മ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. ചാൻസ് ഇല്ലെങ്കിൽ ഞാൻ സ്റ്റേജിലേക്ക് കയറത്തില്ല എന്ന് പറയാം. അമ്മയുടെ കൂട്ടുകാരി മോളും ഒക്കെ നാണം കിടുമെന്ന് പറയണം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നൊക്കെ നയനയോട് പറയണം. ആ സമയം കൊടുമ്പരി കൊണ്ട ചർച്ചയിലാണ് അനാമികയും വീണും രേവതിയൊക്കെ. കാരണം ഇപ്പോഴാണെങ്കിൽ അനാമികയ്ക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പിടിച്ചുവെപ്പ് പോലും ഉണ്ടാകത്തില്ല. അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയനെ നവ്യം കൂടെ കൂടി വലിച്ചു കയറുമെന്നറിയാം നന്ദുവിന്റെ കാര്യത്തില്. അതൊക്കെ ഓർത്ത് കഴിയുമ്പോൾ ടെൻഷനുണ്ട്. അതിനേക്കാളും ഉപരി വീട്ടിൽ കയറിയാണ് നന്ദു തല്ലിയത്. എന്നിട്ട് പോലും ഒരു പരാതി കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല. പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അകത്താൻ പോകുന്ന ആദ്യം താനും തന്റെ അച്ഛനും അമ്മയാന്നുള്ള കാര്യം അനാമികയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് അനാമിക പതുക്കെ അങ്ങോട്ട് വലിഞ്ഞു നിൽക്കുന്നത്. പിന്നീട് വേണുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇതിങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവൾക്കിട്ട് ആ നന്ദുവിനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് പറയാം. മോളെ, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലക്കിട്ട് തന്നെ ഒരു നട്ടപ്പുറം അത് വീണ്ടും വരുന്നതെന്ന് ചോദിക്കണം. അതൊക്കെ ശരി തന്നെയാന്ന് പറയാം. ഇപ്പൊ തന്നെ കണ്ടില്ലേ ആ നവ്യ എന്ന് പറയുന്നവള്, അവളുടെ മുഖം ഓർത്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് കട്ട കലിപ്പാന്ന് അനാമിക പറയണം. അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേന് അവളിങ്ങോട്ട് വരും ഓരോന്ന് ചൊറിയുന്ന വർത്താനം പറഞ്ഞോണ്ട്. എന്നാലും അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. എല്ലാരും കൂടെ എന്റെ തലയിലേക്കല്ലേ കയറാനായിട്ട് വരുന്നതെന്ന് പറയാം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അല്ല അവൾ അങ്ങനെ പറഞ്ഞാലും ആരും അവളോടൊന്നും ചോദിക്കാൻ പോയില്ല. കാരണം എന്താണെന്നറിയാവോ? അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, അവൾക്ക് എന്തു ആവാലോ. ഈ പറയുന്ന നിന്റെ വയറ്റിൽ എന്തേലും ഉണ്ടോ? നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണ്ട് നീ ഇങ്ങോട്ട് പോരേണ്ടി വരും. പക്ഷെ നവ്യ എന്ന് പറയുന്നവളെ ഇറക്കി വിട്ടാലും അവൾക്ക് പോകാൻ പറ്റില്ല. ഇനി പോയാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരും. അനന്തപുരിയിലെ പേരക്കുഞ്ഞില്ല അവളുടെ വയറ്റിലുള്ളേ. അതുകൊണ്ട് അവൾക്ക് ഇനി പിടിച്ചപ്പാ. അതുകൊണ്ട് അവൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. നിനക്കിട്ട് 2 അടി തന്നാലും ആരും അവളോട് ചോദിക്കാനൊന്നും പോകുന്നില്ല. ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇറക്കി വിടാനും പോകുന്നില്ല. പക്ഷെ നിന്റെ അവസ്ഥയല്ല. നീ അത് നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ നീ അവിടുന്ന് പുറത്താവും മോളെ. അതിനു മുമ്പ്
അവിടുന്ന് എന്തൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ അതൊക്കെ നീ വാങ്ങിച്ചെടുക്കണമെന്ന് പറയാണ്. അമ്മേ, വാങ്ങിച്ചെടുക്കുന്ന കാര്യം പറയുന്നുണ്ട്, പക്ഷെ എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ കോന്തൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നേരെ പണവും സംസാരിക്കുന്ന പോലില്ല. പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നേ? ഇപ്പോഴാണെങ്കിലോ പണ്ടത്തെ പോലെയല്ല, വെല്ലുമ്മയ്ക്കാണെങ്കിലോ എന്നോട് അത്ര സ്നേഹം ഉണ്ടെന്നൊന്നും തോന്നില്ല. അല്ലെങ്കിൽ വെല്ലുമ്മയുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കുറെ സ്വർണ്ണമെങ്കിലും അടിച്ചു മാറ്റായിരുന്നു പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അത് നല്ല ഐഡിയ തന്നെയാ. സ്വന്തം മരുമോളെ കണ്ടെടുത്താൽ കാണത്തില്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല മോളെ, നീ അവളെ നിന്നാ മതി, എന്നാലും നിനക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. വേണു പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടാവുന്നത്ര നീ അവിടെ നിന്ന് അടിച്ചു മാറ്റിക്കണം. ഞാൻ നോക്കിയിട്ട് അത് മാത്രം ഒരു ഉപാധിയുള്ളൂ, അല്ലെങ്കിൽ ആ ജ്വല്ലറി കയറി പറ്റാൻ നോക്കണം എന്നൊക്കെ പറയണം. ആ സമയത്ത് ജാനകി വിളിക്കുവാണ് അവളുടെ ഫോണിലേക്ക്, അനാമിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് മോളെന്താ വരാത്തെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമി പറഞ്ഞു, അത് പിന്നെ അച്ഛനും അമ്മയ്ക്ക് ഇച്ചിരി ഭേദമായിട്ട് വരാമെന്ന് കരുതിയിട്ടാ എന്നൊക്കെ പറയണം. ഈ സമയം പറഞ്ഞു, മോള് കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു ചോദിക്കും. എന്ത്? അവളുണ്ടല്ലോ ആ നയന, അവൾക്ക് അവാർഡ് കിട്ടിയെന്ന് പറയണം. അവാർഡോ? അതെ, വുമൺസ് കൾച്ചറൽ സൊസൈറ്റി കൊടുക്കുന്ന ഒരു അവാർഡാണ്, ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡാന്ന് പറയണം. ഇത് കേട്ടതും അനാമയ്ക്ക് സഹിച്ചില്ല. അനാമി പെട്ടെന്ന് ചോദിച്ചു, അല്ല എന്നിട്ടോ അമ്മ, എന്നിട്ട് എന്താന്ന് ചോദിക്കുക. എന്നിട്ടെന്താ, അവൾ അവാർഡ് മേടിക്കാൻ പോകാൻ തുടങ്ങുമെന്ന് പറയണേ. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനാമിക്ക് പൂർത്തിയായി. ഇടിവെട്ടേറ്റവന്റെ തല പാമ്പ് പിടിച്ചവന്റെ തല ഇടിവെട്ടേറ്റം എന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രേവതി ചോദിച്ചു, എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഇനി ആ വീട്ടിലേക്ക് പോകണമെന്ന് എനിക്കില്ല അമ്മേന്ന് പറയണം. അതെന്താ മോളെ, കാര്യം എന്താന്ന് വെച്ച് പറ. അവളുണ്ടല്ലോ ആ നയന, അവൾക്ക് അവാർഡ് കിട്ടിയെന്ന്. അവാർഡോ? അതെ, ബെസ്റ്റ് ഡിസൈനർ അവാർഡ് കിട്ടിയെന്ന്. ഓഹോ, അപ്പൊ അതാണ് കാര്യം. എങ്കിൽ ഇനിയിപ്പൊ അവരങ്ങ് നിലത്തായിരിക്കില്ല മോളെ നിൽക്കണേന്ന് പറയണ. അവളെ തലയിലെടുത്തൊഴിച്ച് നടക്കൂലോ, അവിടുത്തെ കിളവിനും എല്ലാവരും കൂടെ കൂടിയിട്ട്. പിന്നീട് അവളുടെ ഭർത്താവ് എന്താ കോന്തനും കൂടെ. ഇത് കേട്ടപ്പോ അനാമി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ അങ്ങേരെ എപ്പം നോക്കിയാൽ അവളുടെ പുറകെ നടക്കാനേ സമയമുള്ളൂ. ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട്, എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് പറയണം. എന്റെ ഭർത്താവിന് മറ്റുള്ള പെൺകുട്ടികളുടെ പുറകെ നടക്കാനേ സമയം, സ്വന്തം ഭാര്യയുടെ പുറകെ നടക്കാൻ സമയമില്ലെന്ന് പറയാം. മോളെ, അങ്ങനെയൊന്നും നീ പറയരുതെന്ന് പറയാ. പിന്നല്ലാതെ എങ്ങനെയെങ്കിലും നീ അവനെ ഒന്ന് മണിയടിച്ച് നിൽക്കുക അനിയെ, എന്നാലും നമുക്ക് പ്രയോജനമുള്ളെന്ന് പറയാം. എത്രയെന്ന് വെച്ചാൽ അമ്മേ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നേ. ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഞാൻ ഈ വീട്ടിലേക്കൊക്കെ വരുമെന്ന് പറയാണ്. പിന്നീട് നയന അവാർഡ് വാങ്ങിക്കാൻ പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് ദേവേനയും നോക്കിയപ്പോ ദേവേനയും അവിടെയൊന്നും കണ്ടില്ല. അമ്മ വരത്തില്ലയോ? വരാതിരിക്കില്ല. ഇന്നറിയാം അമ്മയുടെ ഉള്ളിലെ സ്നേഹം എന്താന്ന്. ഇത്രയും കാലം അമ്മ തന്നോട് സ്നേഹം ഉണ്ടായിട്ട് മറച്ചു വെച്ചാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നറിയാണ്ട് പറ്റും. അമ്മ വരാതിരിക്കില്ല, അമ്മ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെ ഓർത്തിട്ട് മുത്തശ്ശിയുടെ എല്ലാവരുടെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നയന പോകുന്നത്. അങ്ങനെ നയന പോകാനായിട്ട് കാത്തിരുന്നു ദേവേനി പിന്നീട് ഇറങ്ങാനായിട്ട്. നയന പോയി കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ദേവേനയുടെ മനസ്സിലെ ചിന്ത നയന തന്റെ കള്ളത്തരം കണ്ടുപിടിക്കുമെന്നൊക്കെയായിരുന്നു. അങ്ങനെ ആ വഴിയില്ല, ഒരു പക്ഷെ മറിഞ്ഞു നിന്നെങ്കിലും അവൾക്ക് അവാർഡ് കിട്ടുന്ന ആ ഒരു കാഴ്ച ഒന്ന് കാണണം എന്ന് വിചാരത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ സമയം നയനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. ഓഡിറ്റോറിയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയനയെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ആനയിച്ചുകൊണ്ട് പോകാനായിട്ട് ഗ്രേസയും മകൾ ആൻമരിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നയനയോട് പറഞ്ഞു, ബാ മാഡം, അകത്തേക്ക് വരാനും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയം നയനെ ഓർത്തു, അമ്മ വരുവോ? അമ്മ വന്നില്ലെങ്കിൽ അവാർഡ് നിരസിക്കാനും പറ്റില്ല. ആദർശന്റെ കേക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ, പക്ഷെ ഒരിക്കലും താൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല. അമ്മ ഉറപ്പായിട്ടും വരും നോക്കാന്നൊക്കെ കരുതിയിട്ട് അവിടെ നിൽക്കുവാണ്. പിന്നീട് പറഞ്ഞു, കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ഇത്തിരി സമയം കൂടെ കഴിഞ്ഞിട്ടോ ഫംഗ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലെന്ന് പറയണം. അങ്ങനെ നയനെ അവിടെ ഒരു ചേറെ കൊണ്ടിരുത്തുക. ഈ സമയം നയനെ അവിടെയൊക്കെ നോക്കി, അലങ്കാരമൊക്കെ നോക്കി. നല്ല ഗംഭീരമായിട്ട് തന്നെയാണ്. ചെറിയൊരു അവാർഡ് ദാന ചടങ്ങാണെങ്കിലും അത് വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ആ മുറിയും കാര്യങ്ങളൊക്കെ. കാരണം കുറെ പണം ചെലവഴിച്ചാണ് ഇതൊക്കെ നടത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരുടെ സംഘടന ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ? ആദ്യമായിട്ടാണ് തനിക്ക് വുമൺസ് കൾച്ചർ സൊസൈറ്റിയുടെ അവാർഡ് കിട്ടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ ഇതിനകത്ത് പണം മുടക്കിയത് വേറെ ആരെങ്കിലും ആയിരിക്കുമോ? സ്പോൺസർമാരൊക്കെ കാണുമോ എന്നൊരു ചിന്തയൊക്കെ നയനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് നയന ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നേ. ദേവേനെ പുറത്തു വന്നിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നയനയുടെ വലിയൊരു ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. വുമൺസ് കൾച്ചറൽ സൊസൈറ്റി അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. തന്റെ മരുമോൾക്ക് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ്. എന്ത് സുന്ദരിയെ തന്റെ മോളെ കാണാനായിട്ട്. അവളുടെ മുഖത്തേക്കാൾ സൗന്ദര്യം അവളുടെ മനസ്സിനാണ്. അത് തിരിച്ചറിയാനായിട്ട് താൻ വൈകിയെന്ന് പറയണം. അപ്പോഴേക്കും ആൻമരി അങ്ങോട്ടേക്ക് ഓടി വന്നു. ആന്റി ഇങ്ങോട്ട് വരാനും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അതെ, നയന മാഡം വന്നിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയം ദേവേന് ഇവിടെ തൽക്കാലത്തേക്ക് ഞാൻ വന്ന കാര്യം അവരോടും പറയണ്ട കേട്ടോ എന്ന് പറയണ. ആന്റി ഒരു കാര്യം ചെയ്യുക, ആന്റി ഇവിടെ മറിഞ്ഞു നിന്നോളാൻ പറയണ. കൃത്യസമയത്ത് ഫംഗ്ഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് ആന്റി അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറയണം. അവിടെ എവിടെയും മറിഞ്ഞു നിന്നാൽ മതി. ഇനിയിപ്പം അല്ലാന്നുണ്ടെങ്കിൽ ആന്റിക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം. ആന്റി മറിഞ്ഞേക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യപൂർവ്വം ആന്റിക്ക് വരാമെന്ന് പറയാം. വേണ്ട, ഞാൻ വന്നാൽ ശരിയാവത്തില്ലെന്ന് പറയണം.
എന്നെ അവള് കണ്ടിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. ഇനിയിപ്പം അപ്പോഴേ അവൾക്ക് ബോധ്യമാവും എന്റെ സമ്മതത്തോടു കൂടിയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നടന്നേന്നുള്ള കാര്യം. ഈ സമയം നയനെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഒരു പക്ഷേങ്കില് അമ്മയായിരിക്കും ഈ അവാർഡൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക അവരോട് പറഞ്ഞിട്ട്. അമ്മയുടെ കൂട്ടുകാരിയാണല്ലോ ഈ പറയുന്ന ഗ്രേസി ആന്റി. അങ്ങനെയാണ് അമ്മ അറിയത്തില്ലാതെ ഒരു കാരണവശാലും ഈ അവാർഡൊന്നും സംഘടിപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ വരും, അമ്മ വരാതിരിക്കില്ല എന്നൊക്കെ കരുതി നയനെ അങ്ങനെ കാത്തിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നയനെ ഇങ്ങനെ പതറി അങ്ങോട്ട് നോക്കണ സമയത്ത് ദേവേനെ അവിടെ മറിഞ്ഞു നിൽക്കുന്ന കണ്ടു. ഈ കാഴ്ച കണ്ടപ്പോൾ നയനയ്ക്ക് മനസ്സിലായി അമ്മ വന്നിരിക്കുന്നു. പിന്നീട് നയന നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവേന് തൊട്ട് പ്രതീക്ഷിച്ച കാര്യമല്ല നയന ആ സമയത്ത് തൻ്റെ അടുത്തേക്ക് വരുമെന്നുള്ള കാര്യം. പെട്ടെന്ന് ദേവേനയ്ക്കൊരു വെപ്രാളമൊക്കെ ആയി. എന്ത് ചെയ്യണം, നിൽക്കണോ പോണോ എന്നുള്ള അവസ്ഥയായി. തൻ്റെ കള്ളത്തരമൊക്കെ പിടികൂടിയെന്ന് മനസ്സിലായി. അങ്ങനെ നയന എന്നിട്ട് ദേവേനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട്, അല്ല അമ്മ എപ്പോഴാണ് വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ കുറച്ച് സമയമായെന്ന് പറയാം, എനിക്കറിയായിരുന്നു അമ്മ വരുമെന്ന് എന്ന് പറയാണ്. ഇത് കേട്ടൻ ദേവേനെ ഒരു ഞെട്ടലോടുകൂടി നയനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. നാളെ അറിയാം ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ ഇനി ബാക്കി എന്ത് സംഭവിക്കുമെന്നൊക്കെ. ഇനിയിപ്പം നയനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ നെക്ലേഴ്സ് ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് നെക്ലേഴ്സ് ആക്കി നയനയ്ക്ക് സമ്മാനിക്കാൻ പോകുന്ന ദേവേനയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.